ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും KL39 പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ യാത്ര പറമ്പിക്കുളത്ത് നിന്ന് നേരെ അമ്പുള്ളിയിലത്തിലേക്കാണ്. അമ്പുള്ളിയിലത്തിൽ ഇപ്പോൾ പുതിയതായിട്ട് ഒരുപാട് മാറ്റങ്ങളും കുറേ ചേഞ്ചസൊക്കെ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാഴ്ചയും വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അങ്ങനെ നമ്മൾ പറമ്പിക്കുളത്ത് നിന്നും നേരെ ആനമല നാഷണൽ പാർക്കിൻ്റെ ടൂറിസം ഓഫീസുള്ള ടോപ്പ് സ്റ്റെപ്പിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് പേപ്പർ വെരിഫിക്കേഷൻ കഴിഞ്ഞ ശേഷമാണ് നമ്മൾ നേരെ അമ്പുള്ളിയിലത്തിലേക്ക് പോകുന്നത്. അത് നമ്മുടെ സ്വന്തം വെഹിക്കിളിനാണ് അമ്പുള്ളിയിലത്തിലേക്ക് പോകുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ പേപ്പറിൻ്റെ കാര്യങ്ങളൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. നേരെ നമുക്കിനി അങ്ങോട്ട് യാത്ര പോകും. ടോപ്പ് സ്ലിപ്പ് വന്നിരിക്കുന്ന എല്ലാവർക്കും കാണാവുന്നൊരു കാഴ്ചയായിട്ട് ഇത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നവർക്ക് അറിയാൻ പറ്റും, എപ്പോഴും പന്നിക്കൂട്ടത്തിനെയും അതുപോലെ തന്നെ മാൻകൂട്ടത്തിനെയൊക്കെ ഇവിടെ ഒരുപാട് കാണാൻ സാധിക്കും. ഇനി ഏകദേശം ഒരു 2 കിലോമീറ്റർ ഡ്രൈവ് ചെയ്തിട്ട് വേണം നമുക്ക് അവിടെ എത്താനായിട്ട്. റോഡൊക്കെ അത്യാവശ്യം പൊട്ടിപ്പൊളിഞ്ഞാണെങ്കിലും വണ്ടിയുടെ അടിയൊക്കെ തട്ടാതെ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റും. എന്തായാലും പോകുന്ന വഴി നമുക്ക് ഇതുപോലത്തെ ചില മനോഹരമായ കാഴ്ചകളും കാണാൻ സാധിക്കും. ഇതാ ഫ്രണ്ട്സ്, നമുക്ക് അങ്ങ് ദൂരെ നിന്ന് അമ്പുള്ളിയെല്ലാം കാണാൻ പറ്റും. നമ്മൾ ഏകദേശം ഒരു 1.25 കിലോമീറ്ററും കവർ ചെയ്തിട്ടുണ്ട്. ഇതാ താഴെ അവിടെ നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാട്ടുപോത്തിനെ കാണാൻ പറ്റും. പുറമേയുള്ള കാഴ്ചയിൽ തന്നെ അമ്പുള്ളിയത്തിൻ്റെ ഫസ്റ്റ് മാറ്റം എന്ന് പറയുന്നത് അതിൻ്റെ പെയിൻറ്റിംഗ് ആണ്. നേരത്തെ ഒരു ഗ്രീൻ കളർ പെയിൻ്റ് ആയിരുന്നു, ഇപ്പോൾ അതൊന്ന് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്ലോർ ആണെങ്കിലും റെഡ് ഓഫ് സൈഡ് മാറ്റിയിട്ട് ഗ്രാനൈറ്റും ടൈലൊക്കെ വിരിച്ചിട്ടുണ്ട്. അങ്ങനെ എന്തായാലും പെയിൻറ്റിംഗ് ആണെങ്കിലും ഗ്രാനൈറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും അതുപോലെ തന്നെ വുഡ് ആൻഡ് ഫർണിച്ചറിൻ്റെ കാര്യത്തിലാണെങ്കിലും മൊത്തത്തിൽ വളരെ വലിയൊരു ചേഞ്ചിനായിട്ട് വരുത്തിയേക്കുന്നത്. നമുക്ക് ഫാമിലിയായിട്ട് വരാൻ പറ്റിയ നല്ലൊരു ഓപ്ഷനാണ് അമ്പുള്ളിയില. റൂമിൻ്റെ കാര്യങ്ങളാണെങ്കിലും ബാത്റൂമിൻ്റെ കാര്യങ്ങളാണെങ്കിലും ഒരു കോംപ്രമൈസ് ഇല്ലാതെ നല്ല രീതിയിലാണ് എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഫാമിലിയായിട്ട് വരാൻ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ ബുക്കിംഗ് ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വരാൻ സാധിക്കുന്നുണ്ടെങ്കിൽ വരാൻ ശ്രമിക്കുക. അമ്പുള്ളിയിലത്തിന് മുകളിലുള്ള ഒരു കാഴ്ച എന്ന് പറയുന്നത് ഒരു രക്ഷയില്ലാത്ത കാഴ്ചയാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കോടയും മഞ്ഞും നല്ല തണുത്ത കാറ്റൊക്കെ ഉള്ള ഒരു അടിപൊളി ആംബിയൻസ് ആയിരുന്നു നിങ്ങൾ ചെന്നപ്പോൾ. വലിയൊരു കുന്നിൻ്റെ മുകളിലാണ് നമ്മുടെ അമ്പുള്ളിയില സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല ടോപ്പിൽ നിന്നുള്ള കാഴ്ചകളും മനോഹരമായിട്ട് കാണാൻ പറ്റും. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അമ്പുള്ളിയിലത്തിൻ്റെ ഏറ്റവും ടോപ്പിൽ നിന്നുള്ള വ്യൂ ആണ്. ഏകദേശം ഒരു 360 ഡിഗ്രിയോളം നമുക്ക് ഫുള്ളും റൗണ്ട് ചെയ്ത് കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ അമ്പുള്ളിയിലത്തിലെ മുകളിലെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നേരെ താഴോട്ട് പോവുകയാണ്. നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, അമ്പുള്ളിയിലത്തിൽ നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് നോൺ വെജ് വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ ഇവിടുത്തെ സ്റ്റാഫിനോട് പറയണം. എന്നാൽ മാത്രമാണ് ഇവിടെ നോൺ വെജ് നമുക്ക് ഇവർ അറേഞ്ച് ചെയ്യുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വെജിറ്റേറിയൻ ഫുഡായിരിക്കും കിട്ടുന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ ഫിഷോ മീറ്റോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ താഴെ നിന്ന്, അതായത് സേതുമട ചെക്ക് പോസ്റ്റിന് മുമ്പേ ഉള്ള ടൗണിൽ നിന്ന് തന്നെ മേടിച്ചിട്ട് മുകളിലേക്ക് കയറി വരേണ്ടതാണ്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പുറമേയുള്ള കാഴ്ചകൾ കാണാൻ വേണ്ടി താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അവിടുത്തെ ഒരു വ്യൂവും വളരെ മനോഹരം തന്നെയുണ്ട്. കാരണം നമ്മൾ നല്ല ഉയരത്തിലായതുകൊണ്ട് തന്നെ താഴോട്ടുള്ള കാഴ്ചകളും നമുക്ക് അതിമനോഹരമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഞങ്ങളിതാ ജിനോച്ചേനൊക്കെ ഉണ്ട്. ഞങ്ങൾ അമ്പുള്ളിയിലത്തിൽ ആനിമൽസ് എന്തെങ്കിലും കാണാൻ പറ്റുമോ നോക്കി ഇങ്ങനെ വെയിറ്റിങ്ങിലാണ്. നല്ല കാറ്റുണ്ട്. അതുപോലെ തന്നെ ഏകദേശം സമയം ഒരു 3 മണിയായിട്ടുണ്ട്. ഞാൻ പറയണതിൽ കൂടി കേൾക്കാൻ പറ്റുമെന്ന് അറിയില്ല, കാരണം നല്ല രീതിയിൽ കാറ്റുണ്ട് കേട്ടോ. എന്തായാലും വെയിറ്റിംഗ് ആണ്. ഇന്നലെയൊക്കെ നിറച്ചും കാട്ടുപോത്തുണ്ടായിരുന്നു പറഞ്ഞു ഇവിടെ. അപ്പോൾ വെയിറ്റ് ചെയ്ത് നോക്കാം നമുക്ക് എന്തെങ്കിലും കിട്ടുമെന്ന്. അപ്പോൾ നമുക്കൊരു സഫാരി ഉണ്ട്. അപ്പോൾ നമ്മൾ അമ്പുള്ളിയിൽ നിന്ന് നേരെ സഫാരി സെൻറ്ററിലേക്ക് പോവാണ്. അങ്ങനെ അമ്പുള്ളിയിലത്ത് നിന്ന് നമ്മൾ നേരെ ടോപ്പ് സ്ലിപ്പ് വരണം. അവിടെ നിന്നാണ് നമ്മുടെ സഫാരി സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ടോപ്പ് സ്ലിപ്പ് എത്തിയിട്ടുണ്ട്. സഫാരി എക്സ്ട്രാ ചാർജിലാണ് വരുന്നത്, കാരണം നമ്മുടെ പാക്കേജിലില്ല. അത് നമ്മൾ രണ്ടാമത് ബുക്ക് ചെയ്യുന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ സഫാരി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 4 മണിയോളം ആയിട്ടുണ്ട്. നമ്മുടെ ഈ സഫാരിയുടെ ഡെഡ് എൻഡ് വരുന്നത് കോഴിക്കാമുത്തി എലിഫന്റ് ക്യാമ്പിലേക്കാണ്. നമ്മുടെ പുറകിൽ വരുന്ന ഈ വാഹനം ട്രൈബൽ സെറ്റിൽമെന്റിലെ കുട്ടികളെ സ്കൂളിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്കാക്കുന്ന വണ്ടിയാണ് ഈ വരുന്നത്. ഒരു മ്ലാവിനെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു മെയിൽ മ്ലാവിനെയാണ്. ആൾക്ക് പേടിയും കാര്യങ്ങളൊന്നുമില്ല.
അങ്ങനെ കുറച്ചും കൂടി നേരം നമ്മൾ മൂവ് ചെയ്തപ്പോൾ നമുക്ക് അടുത്ത സൈറ്റിംഗ് കിട്ടിയിട്ടുണ്ട്. ഒരു കാട്ടുപോത്തിൻ്റെ സൈറ്റിംഗ് ആയിരുന്നു. നമ്മുടെ വണ്ടിയിൽ നിന്നും ഒരുപാട് താഴെയാണ് സൈറ്റിംഗ് കിട്ടിയത്. എന്തായാലും നമുക്ക് അതിൻ്റെ വിഷ്വൽസിലേക്ക് ഒന്ന് പോയിട്ട് വരാം. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫീമെയിൽ ആയിട്ടുള്ള കാട്ടുപോത്താണ്. ഞാൻ മുന്നിലെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഫീമെയിൽ കാട്ടുപോത്തുകൾക്ക് ഏകദേശം ഒരു റെഡിഷ് ആയിട്ടുള്ള ഒരു കളർ ഉണ്ടായിരിക്കുന്നു. കാരണം പ്യുവർ ബ്ലാക്ക് ആയിരിക്കില്ല. വലിപ്പത്തിൽ മെയിൽ കാട്ടുപോത്തുകളായിരിക്കും ഫീമെയിൽ കാട്ടുപോത്തിനേക്കാളും സൈസ്. എന്നിരുന്നാൽ പോലും ഒരു കാട്ടുപോത്തിൻ്റെ ഗ്രൂപ്പിനെ ഏറ്റവും പ്രായപൂർത്തിയായിട്ടുള്ള ഒരു ഫീമെയിൽ കാട്ടുപോത്തായിരിക്കും നയിക്കുന്നത്. ആൺ കാട്ടുപോത്തുകൾ പൊതുവെ ഒറ്റയ്ക്ക് നടക്കാൻ ആഗ്രഹിക്കുന്ന ജീവികളാണ്. നേരെ മറിച്ച് പെൺ കാട്ടുപോത്തുകൾ കൂട്ടമായിട്ട് നടക്കാനാണ് ആഗ്രഹിക്കുന്നത്. കാട്ടുപോത്തുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളമാണ് അവിടെ കാലിൻ്റെ വെളുത്ത സോക്സുള്ള ഭാഗം. കാലിൻ്റെ മുട്ടിന് താഴെ മുതൽ ഏകദേശം കുളമ്പ് വരെ 4 കാലുകളിലും വെളുത്തതോ മഞ്ഞ കലർന്ന വെളുപ്പ് നിറമോ ആയിരിക്കും ഇവയ്ക്ക് സാധാരണയായിട്ട് ഉണ്ടാവുന്നത്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മെയിലായിട്ടുള്ള കാട്ടുപോത്തിനെയാണ്. മെയിലായിട്ടുള്ള കാട്ടുപോത്തിന് നല്ല ബ്ലാക്ക് നിറമായിരിക്കും. അതുപോലെ തന്നെ ഒറ്റയ്ക്ക് നടക്കാൻ ആഗ്രഹിക്കുന്ന ജീവിയാണ് നമ്മുടെ മെയിൽ കാട്ടുപോത്തുകൾ. അവരുടെ ഒരു മീറ്റിംഗ് ടൈം, അതായത് അവർ മെച്യൂരിറ്റി ആവുന്ന സമയത്ത് അവർ സ്വന്തം ഗ്രൂപ്പിൽ നിന്നും മാറി മറ്റൊരു ഗ്രൂപ്പിൽ പോയിട്ട് ജോയിൻ ചെയ്യാറുള്ളത്. ഇണയെ തേടുന്നത് മറ്റൊരു ഗ്രൂപ്പിൽ ചെന്നിട്ടായിരിക്കും. നമ്മളിപ്പോൾ ദൂരെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ട്രൈബൽ വില്ലേജാണ്. മഹൌട്ട് വില്ലേജ് എന്നാണ് ഇതിനറിയപ്പെടുന്നത്. ഇവിടെ പ്രധാനമായിട്ട് താമസിക്കുന്നത് മലസാർ ഗോത്രവർഗ്ഗക്കാരാണ്. ഇവർക്ക് പ്രധാനമായിട്ടും ആനകളെ മെരുക്കുന്നതിലും പരിപാലിക്കുന്നതിലും തലമുറകളായിട്ട് അറിവുള്ളവരാണിവർ. ആനപ്പാപ്പാന്മാരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനായിട്ടാണ് തമിഴ്നാട് സർക്കാർ ഈ ഒരു സംരംഭം കൊണ്ടുവന്നിരിക്കുന്നത്. അങ്ങനെ നമ്മളിതാ കോഴിക്കാമുത്തി എലിഫന്റ് ക്യാമ്പിൽ എത്തിയിട്ടുണ്ട്. ഇനി അവിടുത്തെ കുറച്ച് മനോഹരമായ കാഴ്ചകൾ കണ്ടിട്ട് വരാം. കുങ്കിയാനകളുടെ കേന്ദ്രം എന്നാണ് നമ്മുടെ ഈ ഒരു എലിഫന്റ് ക്യാമ്പിനെ അറിയപ്പെടുന്നത്. പ്രധാനമായിട്ടും കാട്ടാനകളെ പിടിക്കാനും നിയന്ത്രിക്കാനും സഹായിക്കുന്ന കുങ്കിയാനകളുടെ പ്രധാന പരിശീലന കേന്ദ്രങ്ങളൊന്നാണ് നമ്മുടെ ഈ കോഴിക്കാമുത്തി എലിഫന്റ് ക്യാമ്പ്. ഈ ഒരു ക്യാമ്പിലെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത് ആനകൾക്ക് ഭക്ഷണം നൽകുന്ന കാഴ്ചയാണ്. നമ്മൾ ചെല്ലുന്ന സമയത്ത് ആനകൾക്ക് ഫീഡിംഗ് ടൈം ആയിരുന്നു. ഇവിടുത്തെ ഭക്ഷണ രീതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ 8:30-ക്കും വൈകിട്ട് 5:30-നുമാണ് ഭക്ഷണം നൽകുന്നത്. ആനകൾക്ക് ഓരോന്നിനും പ്രത്യേക ഭക്ഷണക്രമമുണ്ട്. ആനകളുടെ ഭക്ഷണക്കൂട്ടുകൾ റാഗി, അരി, മുതിര, ശർക്കര, ഉപ്പ്, തേങ്ങ എന്നിവ ചേർത്താണ് ആനകൾക്കുള്ള ഭക്ഷണം തയ്യാറാക്കുന്നത്. ഇതെല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് വലിയ ഉരുളയായിട്ടാണ് ആനകൾക്ക് സാധാരണ കൊടുക്കാറുള്ളത്. ഇവിടെ ഏകദേശം 26ഓളം ആനകളുണ്ട് ഇപ്പോൾ. പ്രധാനമായിട്ടും കാട്ടിൽ നിന്നും പിടിച്ചതും അതുപോലെ തന്നെ പരിക്കേറ്റതുമായിട്ടുള്ള ആനകളെ ഇവിടെ ശുശ്രൂഷിക്കുകയും അതുപോലെ തന്നെ പരിശീലിപ്പിക്കുകയും ചെയ്യുന്നു. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആനയാണ് കലീം എന്ന് പറയുന്ന ഒരു ആന. ഏകദേശം 25ഓളം കാട്ടാനകളെ പിടികൂടാൻ സാധിച്ചിട്ടുള്ള പ്രശസ്തനായിട്ടൊരു കുങ്കിയാനയും കൂടിയാണ് ഇത്. നമ്മൾ ഈ ഫോട്ടോയിൽ കാണുന്ന ആനയാണ് കലീം എന്ന് പറയുന്ന കുങ്കിയാന. ഇപ്പോൾ ആൾ സർവീസില്ല. 2023 ആൾ വിരമിച്ചിരിക്കുകയാണ്. വിരമിക്കുന്ന സമയത്ത് തമിഴ്നാട് വനംവകുപ്പ് കലീമിന് ഔദ്യോഗികമായിട്ട് ഗാർഡ് ഓഫ് ഓണർ നൽകിയിട്ടാണ് ആദരിച്ചത്. ഒരു ആനയ്ക്ക് ഇത്തരം ഒരു ആദരവ് ലഭിക്കുന്നത് വളരെ അപൂർവമായിട്ടാണ്. അങ്ങനെ സമയം ഏകദേശം 6:30 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കോഴിക്കാമുത്തിയിലെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ നേരെ നമ്മുടെ യാത്ര തുടരുകയാണ്. നമുക്ക് വീണ്ടും ഇനി ഒരുപാട് ദൂരം സഞ്ചരിച്ചിട്ട് വേണം ടോപ്പ് സ്ലിപ്പിലേക്ക് എത്താനായിട്ട്. എടുക്കുന്നത് അല്ലെങ്കിൽ ഇവരോട് എടുത്തോ അത് പൂരൻ എന്നാ
അങ്ങനെ നമ്മൾ ടോപ്പ് സ്ലിപ്പ് എത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മുടെ സ്വന്തം വെഹിക്കിളിന് വേണം അമ്പുളിയിലത്തിലേക്ക് പോകാനായിട്ട്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ ഒരു സഫാരിക്ക് ഇറങ്ങുക. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ലേറ്റ് ആകുമ്പോൾ നേരെ 2-3 കിലോമീറ്റർ കാട്ടിക്കൂടി സഞ്ചരിച്ച് വേണം അമ്പുളിയിലത്തേക്ക് പോകാൻ. അപ്പോൾ ആനയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വൈൽഡ് ആനിമൽസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ സേഫായിട്ട് ഡ്രൈവ് ചെയ്യാനും അതുപോലെ തന്നെ ധൈര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഫാമിലിയായിട്ട് ഈ ഒരു സഫാരിക്ക് ഇറങ്ങുക. നമ്മൾ ഈ പ്രാവശ്യം എന്തായാലും സഫാരി കഴിഞ്ഞിട്ട് തിരിച്ച് റൂമിലേക്ക് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ സൈറ്റിംഗ് കിട്ടിയിരിക്കുന്നത് കാട്ടുപോത്തുകളുടെ തന്നെയാണ്. നമുക്ക് എണ്ണിയെടുക്കാൻ പറ്റില്ല, അത്രത്തോളം കാട്ടുപോത്തുകൾ ഉണ്ടായിരുന്നു. എന്തായാലും അതിൻ്റെ മനോഹരമായിട്ടുള്ള വിഷ്വൽസിലേക്കൊന്ന് പോയിട്ട് വരാം. എല്ലാവരും കൂടെ മാറി അങ്ങനെ കാട്ടുപോത്തിൻ്റെ വിഷ്വൽസൊക്കെ എടുത്ത് വരുന്ന വഴി നല്ല രീതിയിൽ മഴ പെയ്തു. അതുകൊണ്ട് നമുക്ക് ബാക്കി വിഷ്വൽസ് ഒന്നും എടുക്കാൻ പറ്റില്ല. നേരെ നമ്മൾ റൂമിലെത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മുടെ റൂമിൻ്റെ ഔട്ട് സൈഡിലെ കാഴ്ചകളാട്ടോ. നല്ല രീതിയിൽ കോടയും അതുപോലെ തന്നെ മഴയും മഞ്ഞും ഒക്കെ കയറിയിട്ടുണ്ട്. അതുകൊണ്ട് പുറത്തേക്കുള്ള കാഴ്ചകൾ വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ കാണാനായിട്ട്. നിങ്ങൾ നോക്കിയേ, നമ്മുടെ റൂഫിൻ്റെ ഏറ്റവും ടോപ്പിലുള്ള ഭാഗമാണ്. ഒന്നും തന്നെ കാണാൻ പറ്റുന്നില്ല. നല്ല രീതിയിൽ ലൈറ്റിംഗ് ഇട്ടിട്ട് പോലും ഒരു ബ്ലൂ കളറിലുള്ള ഷെയ്ഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അമ്പുലിലത്തിൽ പ്രത്യേകം വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പം മഴ വരുമെന്നോ എപ്പോൾ കാറ്റ് വരുമെന്നോ എപ്പോൾ കോട കയറി വരുന്നോ ഒന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. കാരണം അങ്ങനത്തെ ഒരു ആംബിയൻസിലാണ് നമ്മുടെ ഒരു അമ്പുലിയിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാലാവസ്ഥ എത്ര പിടിയുന്ന മാറുന്നതെന്ന് നമുക്ക് ഈ ഒരു കാഴ്ചയിൽ കണ്ടാൽ അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ മോർണിംഗ് തന്നെ 7:00 ചെക്കൗട്ട് ചെയ്യാണ്. കാരണം നമുക്കൊരു 11 മണിക്കാണ് ചെക്കൗട്ട് ചെയ്യേണ്ടത്. പക്ഷേ നമുക്ക് നമ്മുടേതായ കുറച്ച് കാര്യങ്ങളുള്ളതുകൊണ്ട് നമ്മൾ ഇറങ്ങുവാണ് ഇവിടുന്ന്. എന്തായാലും എന്താ പുറത്തെ കാഴ്ചകളും കൂടെ ഒന്ന് കാണിച്ചു തരട്ടതാ. ഇതുണ്ടോ, നമുക്ക് ഒന്നും തന്നെ കാണാൻ പറ്റില്ല. കാരണം ഈ അമ്പുള്ളിലത്തിൻ്റെ ഈ ഒരു ഭാഗങ്ങളൊക്കെ തന്നെ നല്ല രീതിയിൽ ഇതാ കോട വന്ന് മൂടിയിട്ടുണ്ട്. കണ്ടതാ, അമ്പുള്ളിലം തന്നെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല. അത്രയ്ക്ക് രീതിയിൽ കോടയാണ്. ഇതുണ്ടതാ, നമ്മൾ ഇന്നലെ നിന്ന ഭാഗങ്ങളെല്ലാം തന്നെ ഇതാ ചേട്ടാ. മഞ്ഞ എങ്ങനെയുണ്ട്? എൻ്റെ പൊന്നെ ഒന്നും കാണത്തില്ല. അതെന്താ നമ്മൾ നിൽക്കുന്ന നോക്കി ഒന്നും കാണാൻ പാടില്ല. താഴ്വാരങ്ങളൊക്കെ നമ്മൾ ഇന്നലെ കണ്ടൊരു സ്ഥലങ്ങളൊന്നും ഇന്ന് കാണാനേ പറ്റണില്ല. തൊട്ടടുത്തേക്ക് നാളെ പോലും കാണാൻ പറ്റാത്ത രീതിയിലുള്ള മഞ്ഞാണ്. ചേട്ടനവിടെ നീങ്ങ, ഞാൻ ആലോചിക്കുന്നുണ്ട് ഇത് എങ്ങനെ ഇറങ്ങിപ്പോകുന്നു. അമ്പുള്ളിലത്തിൻ്റെ പ്രത്യേകിച്ച് ഉണ്ടെങ്കിൽ എപ്പോൾ മഴ വരുമെന്നോ എപ്പോൾ കോട വരുമെന്നോ അല്ലെന്നുണ്ടെങ്കിൽ എപ്പോൾ കാറ്റ് വരുന്നൊന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. അത്രയും നല്ലൊരു ആംബിയൻസിലിരിക്കുന്ന ഒരു പ്രദേശം കൂടി ഇട്ടത്. അപ്പോൾ ക്ലൈമറ്റും നമ്മൾ അതുപോലെ തന്നെ അമ്പരിപ്പിക്കും. അപ്പോൾ എന്തായാലും ഫാമിലിയൊക്കെ വരാൻ പറ്റിയ അടിപൊളി സ്ഥലം തന്നെ കേട്ടോ ഇവിടെ. അതുപോലെ നല്ല തണുപ്പുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു അച്ഛൻ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ ആനിമൽസിനൊക്കെ കാണാൻ പറ്റി. ഞങ്ങളൊരു നൈറ്റ് സഫാരിയൊക്കെ പോയിട്ടാണെങ്കിൽ നല്ല രീതിയിൽ സൈറ്റിംഗ് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ മറ്റേ ആനക്കാമ്പി പോയായിരുന്നു. അങ്ങനെ ഒരുപാട് വിശേഷങ്ങളുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളെല്ലാം കമൻസ് ആയിട്ട് അയയ്ക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇനി പുതിയ കാഴ്ചകളുമായിട്ട് അടുത്ത വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. വീണ